ശ്രീമതി രാഖി രവികുമാർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത നന്ദു രാഖിക്കെതിരെ അതീവ ഗുരുതരമായ 2 ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ആവർത്തിക്കേണ്ടതില്ല ആ 2 വിഷയങ്ങളും. ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഈ കാലം അത്രയും അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു തിരുവനന്തപുരം നഗരസഭ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഒന്നൊന്നായി അതിൻ്റെ കാരണങ്ങൾ, തെളിവുകൾ എല്ലാം പുറത്തു കൊണ്ടുവന്ന് ഈ അഴിമതിക്കാരെ മുഴുവൻ ജയിലിലടപ്പിക്കുമെന്ന കൃത്യമായ പ്രഖ്യാപനം ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇതുകൂടി നിങ്ങളെ വിറളി പിടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലല്ലേ ഈ ഭരണസമിതിയെ അട്ടിമറിക്കാനുള്ള ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ് ഉയരുന്ന ചോദ്യം. നോക്കൂ, അഴിമതി കഥകളുടെ കാര്യത്തിൽ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് പ്രതിനിധിയും സൂചിപ്പിച്ചു. 2021 നിങ്ങളുടെ അയോധ്യയുടെ വിഷയങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, 2026 കാണിക്കക്രമക്കേട്, VHPയുടെ നേതാവ് ഉൾപ്പെടെയുള്ളത് മാറി നിൽക്കുന്ന സംവിധാനം, ഇതൊക്കെ ഞാൻ പറയേണ്ടതില്ല. നാട്ടിലെ ജനങ്ങളുടെ മുൻപിൽ പാട്ടാണ്. ഞാൻ ഇവിടെ വന്ന് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ BJPയുടെ സ്വന്തം ഓഫീസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 കോടി രൂപയുടെ അഴിമതി നടത്തേണ്ട കഥകളും വെളിയിൽ വരുന്നുണ്ട്. അഴിമതി നിങ്ങൾ ഒരു വിരൽ ഒരാൾക്കെതിരെ ചൂണ്ടുമ്പോൾ 4 വിരൽ നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇരിക്കുന്നതിൻ്റെ വിഷമമാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നതെല്ലാം. വ്യക്തിപരമായ ചില അധിക്ഷേപങ്ങൾ കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്ത് എല്ലാവിധ ഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ചാടി, ഇവിടെ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി ചാടി വന്ന ചില ആൾക്കാരുൾപ്പെടെ കുറേ നാളുകളായി കൊടുക്കുന്ന കുറേ വിവാദങ്ങൾ. നിങ്ങൾ എന്താ പറയുന്നത്? ആ ഇടനാഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് 2 കോടി എവിടെ ചിലവാക്കിയത്? നിങ്ങൾക്ക് ഫയലെടുക്കാമല്ലോ, നിങ്ങളുടെ കയ്യിലല്ലേ ഇപ്പോൾ ഭരണം ഇരിക്കുന്നത്. നിങ്ങൾ ആ ഫയലെടുക്കാത്ത എന്ത്? എത്രയോ കാലം മുമ്പ് ഇതുപോലൊരു അഴിമതി അനാവശ്യമായി ഉന്നയിച്ചപ്പോൾ വിജിലൻസ് ഉൾപ്പെടെ അതിനകത്ത് പരിശോധിച്ചുകൊണ്ട് വ്യക്തമായ ബോധ്യത്തിൽ അത്തരത്തിലൊരു ഇടനാഴിയിൽ അങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടില്ല. 2 ലക്ഷം രൂപ 2 കോടി രൂപ ചെലവാക്കിയിരിക്കുന്നത് അവിടെ ബേക്കറി ജംഗ്ഷനിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പും DPI ജംഗ്ഷനിലെ കെട്ടിടവും ഉൾപ്പെടെ അവിടെ വെച്ച ഹാൻഡ് റെയിലിങ്സും ഉൾപ്പെടെയുള്ള മുഴുവൻ നിർമ്മാണങ്ങൾക്കാണ് 2 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നതെന്നും ആ ഇടനാഴിക്ക് മറ്റൊരു പണവും ചെലവാക്കാതെയാണ് അതിനകത്ത് വെച്ച ഫോട്ടോ ഉൾപ്പെടെ അല്ലല്ല പറഞ്ഞ നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കൂ. ബേക്കറി ജംഗ്ഷൻ മുതൽ കോട്ടൺ ഹില്ലിന്റെ അവസാനം വരെയുള്ള ഹാൻഡ് റെയിൽ, അതോടൊപ്പം തന്നെ ബേക്കറി ജംഗ്ഷനുള്ള ബസ് സ്റ്റോപ്പ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ കാണുന്ന DPI ജംഗ്ഷനിലെ പൗർണമി എന്നുള്ള കെട്ടിടം, അതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾ പറയുന്ന ഈ റൂഫിങ്ങും മറ്റും. നിങ്ങൾ ഫയലെടുത്ത് പരിശോധിക്കുന്നേ, നിങ്ങളുടെ കയ്യിലല്ലേ എല്ലാം, ഇപ്പം കയ്യിലുണ്ടല്ലോ എല്ലാം. പിന്നെ നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? എനിക്കൊരു ഭയവുമില്ല. കാരണം പണ്ടാരാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയക്കുന്നു. ഞാൻ ധൈര്യമായി ഏത് വിഷയത്തിലും ഞാൻ ഇടപെടാനുള്ള എൻ്റെ ധൈര്യത്തിൻ്റെ പ്രധാന കാരണം ഞാൻ ഇതിനകത്ത് വ്യക്തിപരമായിട്ടോ എൻ്റെ പ്രസ്ഥാനമോ ഇതിനകത്ത് യാതൊരു തരവും അഴിമതി. പിന്നെ നിങ്ങൾ ഇന്ന് പുതിയ ഒരു അലിഗേഷൻ പറഞ്ഞിരിക്കുന്നു, റെസിഡൻസ് അസോസിയേഷൻ. ആ MB അപ്പൻ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ ഭാഗങ്ങളിലാണ് 4 തവണയായി എന്നെ ജനപ്രതിനിധിയാക്കുന്നത്. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ ഇതുപോലെ ഒരു അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ രാജിവെക്കും. അത് നിങ്ങൾ അങ്ങനെ എന്നെ ഒന്നും പേടിപ്പിക്കല്ലേ. ഞാനിത് കുറെ കണ്ടാണ്. ഞാൻ ഉറപ്പാണ്. കാരണം ഞാൻ ആ നാട്ടിലെ ഒരു മനുഷ്യരുടെ 5 രൂപ പറ്റിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇന്നും അഭിഭാഷകയായി മാന്യമായി പണിയെടുക്കുന്ന ആങ്കർ വളരെ വിശദമായി പറഞ്ഞു തരുന്നോണ്ട് ഞാൻ തന്നെ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ ഉടുക്കുകൊട്ടിയൊന്നും പേടിപ്പിക്കേണ്ട. അങ്ങനെ പേടിക്കുന്ന ആളുമല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്നും ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നും പറയാൻ നല്ല ബോധ്യമുള്ളതാണ്. നിങ്ങൾ എടുക്കണം. ഇനി ഈ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള ഇപ്പോഴത്തെ 2ാമത്തെ ആരോപണം പുതുതായി നന്ദു അതിനകത്ത് വന്നതുകൊണ്ട് തന്നെ നന്ദു അതിനകത്ത് നിയമപരമായ കാര്യങ്ങളും കൂടെ നേരിടേണ്ടി വരും എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞ 45 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതി ഉള്ളതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഈ നഗരസഭയ്ക്കുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ 354 കോടി രൂപയുടെ ഓൺ ഫണ്ട് ഉൾപ്പെടെ ഈ നഗരസഭയിൽ സേഫ് ആക്കി വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ചത് പോയി. ഈ നഗരത്തിൽ 5000-ത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഞാൻ പറയാൻ മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതോടൊപ്പം തന്നെ കടമുറികളെല്ലാം തന്നെ ലേലത്തിൽ കൊടുക്കുന്നതാണ് സംവിധാനം. മുനിസിപ്പാലിറ്റി ആക്ട് പഠിക്കൂ. ആ ആക്ട് അനുസരിച്ച് ലേലം നടത്തി ഒരു വ്യക്തി അത് എടുത്തു കഴിഞ്ഞാൽ അയാൾ ബാധ്യസ്ഥനാണ് ആ മാർക്കറ്റിൽ ഉൾപ്പെടെയുള്ള ഫണ്ട് പിരിക്കാൻ. നിങ്ങളിപ്പം ചില പാളയം മാർക്കറ്റിലെ അഴിമതിയെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ഒരു വർഷം
അവിടെ എല്ലാ വർഷവും മാർച്ച് മാസം ഈ പറയുന്ന മാർക്കറ്റുകളും അതോടൊപ്പം സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ളതിന് ലേലം നടത്താറുണ്ട്. ആ ലേലത്തിൽ ഏതൊരു വ്യക്തിക്കും പങ്കെടുക്കാം, നിങ്ങളുടെ ആൾക്കാർക്കും പങ്കെടുക്കാം, നാട്ടിലുള്ള ഏത് പൊതുജനത്തിനും പങ്കെടുക്കാം. മത്സ്യക്കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയിൽ നിന്നും CPM-ന്റെ സമ്പ്രദായം 500 രൂപയാണ് അഴിമതിയാണ് എന്ന് തോന്നും. ഞാൻ തന്നെ നഗരസഭയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈവശം പറഞ്ഞപ്പോഴും ഞാൻ ഇടപെടാതിരുന്നത് എനിക്കൊരു ജനാധിപത്യ ബോധമുണ്ട്. മറ്റതുമൊക്കെ ആർക്കും താങ്കളുടെ വാദം കൃത്യമായല്ലോ. താങ്കൾക്ക് പറയാനുള്ള ഇനി എനിക്ക് എന്റെ മറുപടി ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഇത് ശരിയല്ല. മറ്റൊരാളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ജനാധിപത്യമല്ല. വളരെ വ്യക്തിപരമായ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉയരുമ്പോൾ വ്യക്തിപരമായ ഒരു ആരോപണം ഉയരുമ്പോൾ അതിൽ നന്ദു മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. അതായത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ അല്ലെങ്കിൽ ശ്രീമതി രാഖി രവികുമാർ ഡെപ്യൂട്ടി മേയറായിരുന്ന സമയത്താണ് ഈ പറയുന്ന പാളയത്തടക്കം ഈ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണസമിതി ഇരുന്ന കാലഘട്ടങ്ങളിലാണ് പാളയം സന്തോഷ് അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ വെണ്ടർമാരായി വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുന്നത്. ആ സമയത്തും ഇന്ന് വി രാജേഷ് മേയറായിരുന്നപ്പോൾ വി രാജേഷ് അവിടെ സന്ദർശിച്ച് ഈ ഹഫ്ത പിരിവ് നിർത്തിയതുപോലെ അതുപോലെ തന്നെ അവിടെ അനധികൃതമായ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുണ്ട് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വെറുതെ പറഞ്ഞു പോവുകയല്ല. നിങ്ങൾക്കൊരു കോടതിയിൽ പോലും ഈ പറഞ്ഞ ആളുകൾ പോയില്ല. ഒരു തടസ്സപ്പെടുത്താൻ പോലും ആരും വന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അവരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള തെറ്റുണ്ട് എന്ന ബോധ്യം കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ 45 വർഷക്കാലം ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള തസ്തികയിൽ പല ഘട്ടങ്ങളിലിരുന്ന നിങ്ങളുടെ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്തരം കൊള്ളകൾക്ക് നേരെ കണ്ണടച്ചു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒന്ന് പറഞ്ഞപ്പോഴേ പൊള്ളല്ലേ ചേച്ചി? ഒന്ന് പറഞ്ഞപ്പോഴേ പൊള്ളല്ലേ? ഒന്നാമത്തെ കാര്യം പറയുമ്പോഴേ പൊള്ളല്ലേ? രണ്ടാമത്തെ കാര്യം കേൾക്ക്. നിങ്ങൾ അറിയാവുന്ന ഒന്നാമത്തെ കാര്യം പറയുമ്പോഴേ പൊള്ളല്ലേ ചേച്ചി? ഞാൻ നിങ്ങൾ സംസാരിച്ച ഒരു സമയത്തും ഞാൻ ഇടപെട്ടില്ല. അതെന്റെ മാന്യതയാണ്, എന്റെ രാഷ്ട്രീയ മാന്യതയാണ്. പക്ഷേ ഇത്തരത്തിൽ ഓരോ ചോദ്യവും നിങ്ങളെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. CPIM എന്ന് പറയുന്ന പാർട്ടിയെ, LDF എന്ന് പറയുന്ന സംവിധാനത്തെ, അതിനകത്തിരിക്കുന്ന ഓരോ കൗൺസിലർമാർക്കും ഇത്തരത്തിലുള്ള ഓരോ ചോദ്യങ്ങളും വിരളി പിടിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ എന്താ ജനാധിപത്യപരമായി ഞാൻ കാണിച്ച മാന്യത നിങ്ങൾ കാണിക്കാൻ പറ്റാതെ? എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം തരാതെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇടപെടുന്നത്? എന്തിനാണ് ഓരോ വാക്കിൽ നിങ്ങൾ ഇടപെട്ടത്? ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ ഓരോ വാക്ക് പറഞ്ഞിട്ട് ഇടപെട്ടില്ലല്ലോ. ഞാൻ വളരെ സാധാരണത്തോടുകൂടി മിണ്ടാതിരുന്നത്. അപ്പോൾ ചോദ്യത്തിന് മറുപടി കേൾക്കണം. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. കേൾക്കണമെന്നേ. സമാധാനത്തിലിരിക്കണം, കേൾക്കണം. ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ പേടിക്കാതെ. ഒരൊറ്റ ചോദ്യത്തിന് CPM-ന്റെ പ്രതിനിധിയെ പേടിക്കുന്നത്, ഒരൊറ്റ ചോദ്യത്തിന് നിലവിലെ കൗൺസിൽ പാർട്ടി ഉപനേതാവ് എന്തിനാ ഭയക്കുന്നത്? ചോദ്യം പറയട്ടെ. ബഹളം വെച്ചതുകൊണ്ട് ഒന്നും അവസാനിക്കില്ല. ഈ ഡിബേറ്റിന്റെ സമയം തീരുമാനിക്കും. പക്ഷേ ബഹളം വെച്ചതുകൊണ്ട് ഒന്നും അവസാനിക്കില്ല. ഇതൊരു നല്ല രീതിയല്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പരിഭ്രാന്തി ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന പരിഭ്രാന്തി ജനങ്ങൾ കാണുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്ന രാധാകൃഷ്ണൻ ദീർഘകാലം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പണം കൊടുത്ത ആൾക്കാരെ
ഗവർണറെ പിടിച്ച് ഭരിക്കുന്നു, ശരി, സമ്മതിച്ചു. നിങ്ങൾ ആരെ പിടിച്ചാ ഭരിച്ചത്? അപ്പുറത്തിരുന്ന കോൺഗ്രസ്സുകാരുടെ പിടിച്ച്, അപ്പുറത്തിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ എണീറ്റ് നിങ്ങൾക്ക് വേണ്ടി കൈപൊക്കിയത് കണ്ടിട്ടല്ലേ നിങ്ങൾ ഭരിച്ചത്? 43 ഭൂരിപക്ഷം, 45 ഭൂരിപക്ഷം വെച്ചിട്ട് ആ മാന്യത ഒന്നും ഇങ്ങോട്ട് വളമണ്ട. ആ മാന്യത ഒന്നും ഇങ്ങോട്ട് വളമണ്ട. നിങ്ങളുടെ മാന്യത എന്താണ്? ഞങ്ങൾക്കറിയാം. അവിഹിതം നടത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അന്തസ്സത്തെ കളഞ്ഞ് നിങ്ങളും കോൺഗ്രസ് കൂടി കൈകൊടുത്തു നിന്ന് രാഷ്ട്രീയം നടത്തിയിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് പറയണ്ട. എനിക്ക് ഇതിൽ നന്നായി സംസാരിക്കാൻ അറിയാം, ഇതിൽ നന്നായി സംസാരിക്കാൻ അറിയാം, ഇതിൽ നന്നായി നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് മറുപടി പറയാനുണ്ട്. ആ മറുപടി ആ മറുപടി കേൾക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. 2016 മെഡിക്കൽ കോളേജ് അഴിമതി ഉൾപ്പെടെ ആരുടെ പേരിലാണ് നിൽക്കുന്നത്? ഞാൻ മറുപടി പറയാം. നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ മറുപടി പറയാം. അതുകൊണ്ട് മറുപടി പറയാം. നിങ്ങൾ ചോദിച്ച ഓരോ നിങ്ങൾ പറയുന്നത് ഞാൻ സംസാരിക്കാം. സമയക്കുറവ് കൊണ്ടാണ്. ഒറ്റ സെക്കൻഡ് ഞാൻ സംസാരിക്കാം. വളരെ പെട്ടെന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 45 വർഷം എല്ലാ തരത്തിലുള്ള നിയമങ്ങളെയും പാലിച്ചുകൊണ്ടാണ് അവരുടെ ഭരണസമിതി മുന്നോട്ട് പോയി. ഞാൻ അതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ രാഗി ചേച്ചി സകല കൺട്രോളും വിട്ടു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, കടകംപള്ളി സോണൽ ഓഫീസ് വന്നത്? അതുപോലെ തന്നെ ഗാന്ധി പാർക്ക് കരാർ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് CPM-ന്റെ നേതാവിന്റെ കയ്യിൽ വന്നത്? അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ പല കല്യാണ മണ്ഡപങ്ങളും CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഒരു കൊട്ടേഷൻ പോലും വിടാതെ എങ്ങനെയാണ് കൊണ്ടു നടന്നത്? ഈ ചോദ്യങ്ങളൊക്കെ തിരുവനന്തപുരത്തിന്റെ ചോദിക്കും. അതിനെല്ലാം നിങ്ങൾ മറുപടി പറയും. അതിനെല്ലാം നിങ്ങൾ നിയമപരമായി മറുപടി പറയിക്കാനുള്ള കെൽപ്പ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കാലത്തെ അഴിമതികളുടെ വലിയ കണക്കുകളാണ്. സുഗതന്റെ സത്യപ്രതിജ്ഞയിൽ വിരളി പൂണ്ടോ എന്ന ചോദ്യത്തിന് ആ വിരളിയാണ് വളരെ കൃത്യമായി നമ്മൾ ഈ ഫ്ലോറിൽ കണ്ടത്. ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ പൊളിയുന്നോ എന്ന ചോദ്യം ഉയരുകയാണ്. ഇതൊരു തുടക്കം മാത്രമോ എന്നതാണ് ജന ഡിബേറ്റ് മുന്നോട്ട് വെക്കുന്ന വിഷയം.